പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ നിങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യം പറയുകയാണ്. പരിശുദ്ധ ഇസ്ലാമിനെ അല്ലാഹുവിന്റെ റസൂലും ബഹുമാനപ്പെട്ട സ്വഹാബാക്കളും എങ്ങനെയാണ് കെട്ടിപ്പടുത്തത് എന്ന് നിങ്ങൾക്കറിയാമോ? ബഹുമാനപ്പെട്ട സഅദ് നബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, "കുന്നാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാലന ത്വആമുൻ ഇല്ലാ വറഖു ശജരി." ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലോട് കൂടി പാവനമായ ദീനിന്റെ രക്ഷയ്ക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന കാലത്ത്, ഇസ്ലാമിന്റെ ബദ്ധവൈരികളോട് ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടിരുന്ന കാലത്ത്, ഞങ്ങൾ വെച്ചോട് നിന്നിട്ടല്ല, ഞങ്ങൾ ബിരിയാണി നിന്നിട്ടല്ല, ഞങ്ങൾ മറ്റുള്ളതായ വിഭവങ്ങളൊന്നും കഴിച്ചിട്ടല്ല, ഞങ്ങൾക്ക് യാതൊരു ഭക്ഷണവും കിട്ടാതെ വെറും മരത്തിന്റെ ഇലകൾ അടിച്ചു കൊഴിച്ച് ആ മരത്തിന്റെ ഇലകൾ കാലികൾ തിന്നുന്ന ക്രമത്തിൽ മരത്തിന്റെ ഇലകൾ തിന്നുകൊണ്ടാണ് ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലോട് കൂടി ഇസ്ലാമിന് വേണ്ടി പോരാടുകയുണ്ടായിരുന്നത് എന്ന് ബഹുമാനപ്പെട്ട സഹോദരന്മാർ എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ പൂർവികന്മാരായ ബഹുമാനപ്പെട്ട സ്വഹാബാക്കളുടെയും മരത്തിന്റെ ഇല തിന്നുകൊണ്ട് നിലനിർത്തിയതാണ് ഇസ്ലാം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരരെ, നിങ്ങൾ കേട്ടിട്ടില്ലേ ഖന്തഖ് യുദ്ധത്തെ പറ്റി? നിങ്ങൾ കേട്ടിട്ടില്ലേ മദീനയുടെ ചുറ്റുഭാഗത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കൾക്ക് നിർദ്ദേശം കൊടുത്തതനുസരിച്ച് കിടങ്ങു വിളിക്കുകയുണ്ടായി. എന്തിനാണ് മദീനത്തിന്റെ ചുറ്റുഭാഗത്തും ബഹുമാനപ്പെട്ട നബിയും സ്വഹാബാക്കളും കിടങ്ങു വിളിച്ചത്? അന്യായമായി അക്രമമായി ആ ശത്രുക്കളായ അറബികള് മദീനയിൽ കടന്നാക്രമിക്കുവാനായി എല്ലാ യുദ്ധസന്നാഹങ്ങളോടുകൂടി മദീനയിലേക്ക് പലായനം ചെയ്ത് മദീനയിലേക്ക് മാർച്ച് ചെയ്ത് അറബി പട്ടാളങ്ങള്, അറേബ്യയുടെ നാനാഭാഗത്തുമുള്ള ഇസ്ലാമിന്റെ ശത്രുക്കള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് പുറത്തു പോകണ്ട, അവര് പെട്ടെന്ന് കടക്കാതിരിക്കാനുള്ള എന്ത് മാർഗമെന്ന് അന്വേഷിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സൽമാൻ റളിയല്ലാഹു അൻഹു, വീർച്ചക്കാരനായ സൽമാൻ റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു, മുസ്തഫായ നബിയെ, ഞങ്ങളൊക്കെയും ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ പെട്ടെന്ന് വല്ല യുദ്ധങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നാട്ടിന്റെ ചുറ്റും കിടങ്ങു കുഴിക്കലാണ് പതിവ്, അതുകൊണ്ട് നമ്മൾ കിടങ്ങു കുഴിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട സഹാബാക്കളോട് മദീനയുടെ ചുറ്റും കിടങ്ങു കുഴിക്കുവാനുള്ള നിർദ്ദേശം നൽകി. അങ്ങനെ സഹാബാക്കൾ കിടങ്ങു കുഴിച്ചു. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സഹാബാക്കൾ കിടങ്ങു കുഴിച്ച് സഹാബാക്കള് കിടങ്ങ് ഭൂമിയിൽ കിടങ്ങു കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ആളുകൾ ആ മണ്ണ് കൊട്ടയിൽ ചുമന്ന് തലയിൽ പേടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ മണ്ണ് ചോരി തലയിൽ പേടിക്കൊണ്ട് നടന്ന ആ ബഹുമാനപ്പെട്ട സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ലോകാനുഗ്രഹിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പട്ടക്കാരനായിരുന്നു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണുന്നു. അന സയ്യിദുൽ ജിഹാദും, മുഴുവൻ മനുഷ്യന്മാരുടെയും നേതാവാണ് ഞാൻ. അന അവരുമായി അവർ ഒന്നാമതായി കൊട്ടി വിടർന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ് ഞാൻ. അല്ല അവരുമായി എത്ര ഭാഗം എന്ന സ്വർഗത്തിന്റെ കവാടം ആദ്യമായി തുറക്കുന്നവൻ ഞാനാണ്. എന്ന കൊടി എന്റെ കയ്യിലാണ്. ആദ്യ നബി അലൈഹിസ്സലാം മുതൽക്ക് മറ്റുള്ള മുഴുവൻ പ്രവാചകന്മാരും എന്റെ കൊടിക്ക് കീഴാണ് എന്ന് അരുളി ചെയ്ത ലോകാനുഗ്രഹിയായ മുഴുവൻ ലോകത്തിനും കാരുണ്യമായി അല്ലാഹു അയച്ച ഉമാർ മുഴുവൻ ലോകത്തിനും കാരുണ്യമായിട്ടല്ലാതെ നബിയെ താങ്കളെ നാം അയച്ചിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ പ്രഖ്യാപിച്ച അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മണ്ണും കൊട്ട തലയിൽ പേടിക്കൊണ്ട് ബഹുമാനമുള്ള സ്വഹാബാക്കളോട് കൂടി ആ മണ്ണും കൊട്ട പേടിക്കൊണ്ട് നമ്മുടെ റോഡ് പണിക്കാരായ കൂലിക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? വികൃതമായ ഒരു രൂപം. ഇതുപോലെ ലോകാനുഗ്രഹിയായ നബി മണ്ണും കൊട്ട തലയിൽ പേടിക്കൊണ്ട് സഹാബാക്കളോട് കൂടി പോകുമ്പോൾ അവർക്ക് ആനന്ദമേകിക്കൊണ്ട് ولا تصدقنا ولا صلينا فأنزلا سكينة علينا وثبت الأقدام إن لاقينا إن الآدي قد بغوا علينا إذا أرادوا فتنة ما بينا. തലയിൽ മണ്ണും കെട്ട പേരിക്കൊണ്ട് പോകുമ്പോൾ അവിടുന്ന് പാട്ട് പാടുകയാണ്, വീട്ടിൽ നിശീല ചെല്ലുകയാണ്. പടച്ചവനെ അന്ത മരുത്തതയില്ല, നീ ഞങ്ങളെ സന്മാർഗികളാക്കിയിരുന്നില്ല എന്ന് വരികയും ഞങ്ങൾ ഒരിക്കലും സന്മാർഗം പ്രാപിക്കുകയോ ഞങ്ങൾ നമസ്കരിക്കുകയോ ഞങ്ങൾ ധാരാളങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നവരായിട്ടില്ല. അതുകൊണ്ട് സഖീനത്തിനടിയ പടച്ചവനെ ഞങ്ങളെ ഹൃദയങ്ങളിൽ സമാധാനം നൽകിയവരെ ഒപ്പിച്ചില്ലാത്തതാമനില്ലാത്ത ഞങ്ങൾ ശത്രുക്കളുമായി കൂട്ടിമുട്ടിയാൽ ഞങ്ങളെ പാലങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തിയവരെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തുടരുന്നു. അല്ലാഹുവേ, ഞങ്ങൾ അക്രമികളല്ല, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്. ഞങ്ങളൊരിക്കലും അക്രമത്തിന് മുതിരുന്നവരല്ല. ശത്രുക്കൾ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ മർദ്ദിതരാണ്, ഞങ്ങൾ മർദ്ദകന്മാരല്ല. മർദ്ദിതരായ ഞങ്ങള് ആ മർദ്ദകന്മാർക്ക് തലമുനിക്കാൻ പോകുന്നില്ല. ഇതാ അറാദു
ബഹളമുണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പ്രതിരോധിക്കും, എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ഞങ്ങളുടെ തടയും എന്ന് പറയുമ്പോൾ എന്ന് പറയുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശബ്ദം നബി ഉയർത്താറുണ്ടായിരുന്നു എന്ന് ഞാൻ പറയുന്നത് സഹോദരന്മാരെ, ഇതേ ക്രമത്തിൽ തലയിൽ മണ്ണപ്പെട്ട പേരിക്കൊണ്ട് പുന്നാര നബിയും സഹാബാക്കളും നിലനിർത്തിയതാണ് ഇസ്ലാം. അങ്ങനത്തെ ഇസ്ലാമിനെ നമുക്ക് നിലനിർത്തണമെങ്കിൽ ഭൗതികമായ കോളേജുകളോ അത് അങ്ങനെയുള്ളതായ ഭൗതികമായ സ്ഥാപനങ്ങൾ ഓടുന്നതുകൊണ്ട് കാര്യമായില്ല. വിവിധോദ്ദേശങ്ങളോടുകൂടി നമ്മുടെ മലപ്പുറത്തും അവിടെ നിന്ന് വളരെ സന്തോഷിക്കും. എപ്പോ ഇസ്ലാം നീ നിലനിന്ന് കാണുന്ന സമയത്ത് അവിടെ നിന്ന് വളരെ വ്യസനിക്കും. എപ്പോൾ ഇസ്ലാം നഷ്ടപ്പെട്ട് നശിച്ചു പോകുന്ന സമയത്ത് ഇന്ന് ഇസ്ലാം പോലെ ഇടമറുന്നവരും മറ്റുള്ളതായിരിക്കുന്ന മൃഗങ്ങളും എല്ലാം വന്നുകൊണ്ട് യുക്തി പ്രസ്ഥാനം വളർത്തിക്കൊണ്ട് അല്ലാഹുവിനെ തന്നെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത്, ആ പ്രസ്ഥാനം വളർന്നുകൊണ്ടിരിക്കുന്ന കാലത്ത്, ഇസ്ലാമിന്റെ പേരിലുള്ള ചില ആളുകൾക്ക് അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത്, പ്രിയമുള്ള സഹോദരന്മാരെ, ഈ നീശ്വര നിർമ്മല പ്രസ്ഥാനമല്ലാതെ ആ ശബ്ദം അതിന്റെ വായുവല്ലാതെ ഒന്നും നമ്മുടെ മക്കൾക്ക് ശ്വസിക്കാൻ വൃത്തിയില്ലാത്ത കാലഘട്ടത്തിൽ ദീനിന്റെ രക്ഷക്കിറങ്ങുന്നവരിൽ ഏറ്റവും വലിയ ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്യുന്നവരാണ്. അവരാണ് സ്വർഗത്തിന്റെ മുന്ന ഒരു സദസ്സിനി അമ്മാവ് വേണ്ടതെങ്കിൽ മറ്റന്നാള് പട്ടിക്കാട് ജാമ്യാനുരി അറബിയായിട്ട് ഒരു യോഗമാണ്. അതും നിങ്ങൾ ഭംഗിയാക്കണം. നിങ്ങൾ എല്ലാവരും നമ്മുടെ സമസ്തയുടെ ആഭിമുഖ്യത്തിലുള്ള ഒരേ ഒരു അറബി കോളേജാണ് എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ആ കോളേജിന്റെ വാർഷിക യോഗമാണ്, 22ാം വാർഷിക യോഗമാണ് അടുത്ത ഞായറാഴ്ച മറ്റന്നാള്. അതുകൊണ്ട് ആ ഞായറാഴ്ചകളുടെ യോഗത്തിലേക്കും നിങ്ങൾ എല്ലാവരും വരണം. പിന്നെ സമസ്തയുടെ വാർഷിക യോഗമാണ് ഫെബ്രുവരി 1, 2, 3 തീയതി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, അത് നമ്മുടെ യോഗമാണ്. അതിലേക്ക് നാം വിജയിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ യോഗത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. ഈ 3 യോഗവും നമ്മുടെ യോഗമാണ്. ഇതും നമ്മുടെ യോഗമാണ്. പട്ടിക്കാട് ജാമ്യാനുരി നമ്മുടെ യോഗമാണ്. സമസ്തയുടെ വാർഷിക യോഗമാണ്. നാം എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് ഞാൻ നിങ്ങളെ പ്രത്യേകം ഉണർത്തുകയാണ്. ഒന്ന്, ഞാൻ ഇവിടെ സംഭാവന കിട്ടിയ ബഹുമാനപ്പെട്ട KK ബാബ താളാവൂര് 50,000 രൂപ അദ്ദേഹം സയ്യിദായ തുമ്പറാലി മുഹാ സാഹിബിന്റെ മാതൃകാപരമായ സംഭാവനകൾ സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ ഇഹത്തിലും ബലത്തിലുമുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും ഈ നിറവേറ്റിക്കൊടുക്കുകയും ചെയ്യുന്ന തമ്പുരാനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ആരാണ് തെറ്റമ്മൽ ഏഞ്ചിൻകുട്ടി സാഹിബ് ഹാജിയുടെ ഭാര്യ 5000 രൂപ അൽഹംദുലില്ലാഹ് ഒരു മഹദിയാണ്. ഞാൻ ഓടിപ്പോവുകയാണ് സഹോദരന്മാരെ. ഇസ്ലാമിലേക്ക് വേണ്ടി ആദ്യമായി ഒന്നാമത്തെ മുസ്ലിം ആരാണെന്ന് ചോദിച്ചാൽ, ഒരാണോ പെണ്ണോ എന്ന് ചോദിച്ചാൽ ഒരു പെണ്ണാണ് എന്നാണ് എന്റെ മറുപടി. ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂലിന്റെ ആ സഹാബത്തിനെ കേരളത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പ്രബോധനം അംഗീകരിച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുവാൻ മുന്നോട്ട് വന്നത് ഒരു സ്ത്രീ, ഒരു പെണ്ണായിരുന്നു, ഒരു മർക്കത്തായിരുന്നു. അതാരാണത്? ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ. ഈ ഇസ്ലാമിന് വേണ്ടി ഒന്നാമതായി ഷഹീദായ രക്തസാക്ഷി ആരാണെന്ന് ചോദിച്ചാൽ ഒരു പെണ്ണാണ് എന്നാണ് എന്റെ മറുപടി. അതായത് ബഹുമാനപ്പെട്ട സുമയ്യ ബീവിയാണ്. അമ്മാർ ബിൻ അസറിന്റെ വന്യ ഉമ്മയായ മാതാവായ സുമയ്യ ബീവിയാണ് ഇസ്ലാമിന് വേണ്ടി ഒന്നാമതായി രക്തസാക്ഷിത്വം വഹിച്ചത്. ഇനി നിങ്ങൾ നോക്കോ, മക്കയിൽ ചെല്ലുന്നവർക്ക് എല്ലാം കൂടെ ഒരു കുടിക്കുന്ന വെള്ളമുണ്ട്, ഒരു നല്ല ശുദ്ധമായ വെള്ളം. അതിന് സുബൈദ വെള്ളം എന്ന് പറയുന്നു. സുബൈദ എന്നൊരു സ്ത്രീയുടെ വകയാണ് ആ വെള്ളം അവിടെ സംഭാവനയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മദീനയിൽ ചെന്നാൽ സെർത്തായ വെള്ളം എന്നൊരു വെള്ളം പറയുന്നു. അതൊരു പെണ്ണിന്റെ വകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടി ഒരിക്കൽ അവർ ചെന്നപ്പോൾ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞ് അതൊരു പെണ്ണിന്റെ വകയായിട്ടാണ്. അങ്ങനെ മക്കയിലുള്ള സുബൈദ വെള്ളവും മദീനയിലുള്ളത് സെർത്തായ വെള്ളവും പെണ്ണുങ്ങളുടെ വകയാണെന്ന് പറയുമ്പോൾ പെണ്ണുങ്ങളുടെ സമുദായത്തിന്റെ ചില സേവനങ്ങൾ വളരെയധികമുണ്ട്. ഒരു സഹോദരി തെറ്റുന്നത് ഏഞ്ചിൻകുട്ടി ഹാജിയുടെ ഭാര്യ, ആ സഹോദരി 5000 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല ആ മഹദിയുടെ സംഭാവന സ്വീകരിച്ച് ആ ഭാര്യയെയും ഭർത്താവിനെയും അവരുടെ എല്ലാ പാപങ്ങളെയും പുറത്ത് അല്ലാഹു തആല ഇഹത്തിലെന്നുപോലെ വലത്തിലുള്ള ഭാര്യ ഭർത്താക്കന്മാരായി അല്ലാഹു തആല അംഗീകരിക്കട്ടെ. അവർ രണ്ടുപേരെയും മറ്റ് നമ്മളെല്ലാവരെയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് തരട്ടെ. ഇനി ഇങ്ങനെ ആരെങ്കിലും അല്ലെങ്കിൽ ഒരു 1000 എന്ന് പറയാൻ സന്നദ്ധതയുള്ളവരാരെങ്കിലും നേതാക്കന്മാർക്ക് സിൻഫാനിൽ നിന്നെത്തി എന്റെ സമുദായത്തിൽ നിന്ന് 2 കക്ഷി നന്നായാൽ സമുദായം മുഴുവനും നന്നായി, ആ 2 കക്ഷി ദുഷിച്ചാൽ സമുദായം മുഴുവനും ദുഷിച്ചു. അത് മതപണ്ഡിതന്മാരും നേതാക്കന്മാരുമായി കഴിവുള്ളവരും ആണ്. അതുകൊണ്ട് കഴിവുള്ളവർക്ക് സ്വർഗം അല്ലാഹുവിന്റെ സ്വർഗം അങ്ങ് കൊടുത്തിട്ടാണ് അല്ലാഹുവിന്റെ സത്യവിശ്വാസികളിൽ നിന്ന് അവരുടെ ദേഹങ്ങളെയും അവരുടെ സ്വത്തുക്കളെയും അവർ വിലക്ക് വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിന് ദേഹവും കൊടുക്കുന്നില്ലെങ്കിൽ ദേഹം തന്നെ എങ്കിലും കൊടുക്കാൻ
പൈസയുള്ളവര് പൈസ എന്നാൽ പാട് വെല്ലും തായം അത് തായാകുന്നതിന് മാത്രമാണ് കടം എന്ന് പറയുന്നത്, ദുനിയാവി എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, അങ്ങനെ ആരെങ്കിലും കൊടുക്കാൻ സന്നദ്ധതയുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാൽ ഈ മഹാന്മാരൊക്കെയും നമ്മൾക്ക് വേണ്ടി പിന്നീട് ദ്വാരക്കുന്നതാണ്. അത് വലിയൊരു ദ്വയാണ്. അങ്ങനത്തെ നമുക്ക് വേണ്ടിയിട്ടുണ്ട്. വളരെ വിഷമത്തോടുകൂടെ നമ്മളെ ഈ സദസ്സിലിരിക്കുകയാണ്. അദ്ദേഹത്തിന് പോകാനുള്ളത് കൊണ്ട് അദ്ദേഹം ഇനി സംസാരിക്കുന്നത് നമ്മുടെ ഗൾഫിലുള്ള പ്രവർത്തകന്മാർ അബുദാബിയിലും അലൈനിലും അതുപോലെ തന്നെ ഷാർജയിലും മറ്റുമുള്ള ഗൾഫ് സഹോദരന്മാർ പലരും പല വിഷമങ്ങളിലും ബുദ്ധിമുട്ടുകളിലും രോഗങ്ങളിലും ഉള്ളവരെല്ലാം നമ്മളോട് ഈ സദസ്സിൽ വെച്ച് ഗൾഫിൽ നിന്നാണിപ്പോ 6 ലക്ഷത്തി ജില്ലയിലൂടെ വന്നു. ഇനിയും 2 ലക്ഷത്തോളം ഗൾഫുകാരുടെ മാത്രം അവരുടെ പരിശ്രമമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്ഥലം എടുത്തത്. അങ്ങനത്തെ നമുക്ക് വേണ്ടി ചെയ്യുന്ന ആ ഗൾഫിലുള്ള അബുദാബി കമ്മിറ്റിയിൽപ്പെട്ടവരും അതേപോലെ തന്നെ മറ്റ് ദുബായിലും ഗൾഫിലും അല്ലയിലും മറ്റെല്ലാ ഭാഗങ്ങളിലുള്ളവരെല്ലാം പ്രത്യേകം ഈ പറഞ്ഞ വിഷമങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കച്ചവടത്തിലുള്ള വിഷമങ്ങൾ എല്ലാം പറഞ്ഞ് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാവരുടെയും വിഷമങ്ങളൊക്കെ നമ്മളെ വിഷമം പോലെ തന്നെ അവരുടെ എല്ലാവരുടെയും വിഷമങ്ങൾ അള്ളാഹു താല തീർത്തു കൊടുക്കട്ടെ. അവരുടെ എല്ലാ കടകളെയും അള്ളാഹു എളുപ്പത്തിൽ വീട്ടിൽ കൊടുക്കട്ടെ. അവരുടെ രോഗങ്ങളെയും അള്ളാഹു ശരിയാക്കട്ടെ. നമ്മളെയും രോഗങ്ങൾ അള്ളാഹു ശരിയാക്കി തരട്ടെ. അവർക്ക് എല്ലാവിധ റഹ്മത്തും ബർക്കത്തും ഖൈറും അള്ളാഹു താല ഏറ്റിക്കൊടുക്കട്ടെ. ഇനിയും ഇതുപോലത്തെ സേവനങ്ങൾ ചെയ്യാനുള്ള അതിനുള്ള ആരോഗ്യവും സൗകര്യവും അള്ളാഹു അവർക്കും നമുക്കും നൽകി തരട്ടെ. ഈ മഹാൻ അവരുടെ നമ്മുടെ പ്രിൻസിപ്പാൾ അവരുടെ പ്രസംഗത്തിന് ക്ഷണിച്ചു കൊടുക്കുന്നു. السلام عليكم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. പ്രിയ സുഹൃത്തുക്കളെ, ബഹുമാനം മർക്കസ് തർബിയത്തുൽ ഇസ്ലാമിയ്യ എന്ന ഇപ്പോൾ അടുത്ത അവസരത്തിൽ തീരുമാനിക്കുകയും ചെറുതും വലുതുമായ കാര്യങ്ങൾ ഇതെല്ലാത്തിന്റെയും കൂടി കേന്ദ്രമാണ് മലപ്പുറം ജില്ലയിൽ ഇവിടെ നമ്മൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുകയും ഇന്ന് സുബ്ഹാനഹുവതആലയുടെ കൊണ്ട് അതിന് പേരുകയും ചെയ്തിട്ടുള്ളത്. ഇത് ചെറുതല്ല, വലിയ ഭാരമുള്ള ഒരു പ്രവൃത്തിയാണ്. ഏതോ ഒരു ദിവസമോ അതല്ലെങ്കിൽ ഒരു യതീംഖാനയോ ഏതോ ഒരു ഇനം മാത്രം കൊണ്ട് നടക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ നിലപാട് മാത്രമല്ല ഇതിനുള്ളത്. പക്ഷേ ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഫضل തോന്നിക്കൊണ്ട് വിദേശത്ത് ജോലിക്കും മറ്റും പോയിട്ടുള്ള ബഹുമാനപ്പെട്ട സഹോദരന്മാര് ഇതിന്റെ പ്രത്യേക ശ്രദ്ധയിലാണ്. അവരിതിനെ സംബന്ധിച്ച് അബുദാബിയിലും മറ്റ് ചില ദുബൈയിലും മറ്റും അവര് ചില കമ്മിറ്റികൾ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അതോടൊന്നിച്ചുകൊണ്ട് അവർ ചെയ്ത അങ്ങേയറ്റം ഹിദ്മത്ത് നമുക്കൊരു കാലത്ത് മറക്കാൻ സാധ്യമല്ല. ബഹുമാനപ്പെട്ട വിദേശികളായ അതിഥികളെ, അതായത് നമുക്ക് പലതിലും മാതൃകയായി നിന്ന് തരത്തക്ക വിധത്തിലുള്ള അറബികൾ ഇതിന്റെ സ്ഥിരാധാപന കർമ്മം തറക്കൽ കല്ലിടൽ കർമ്മത്തിലേക്ക് അവരെത്തിച്ചു തന്നു. അൽഹംദുലില്ലാഹ്. അവര് ഇത് സംബന്ധമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവര് പല വിധത്തിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇന്നത്തെ അറബി രാജ്യങ്ങളുടെ നിലപാടുകൾ നമുക്കാരും പറഞ്ഞു തരേണ്ടതില്ല. നമ്മുടെ ഈ നാട്ടിലെ ഒരു 25,000 ഒരു വീടിന് തേങ്ങ തേങ്ങത്തോട്ടം, അതല്ലെങ്കിൽ 1,00,000 അണക്ക പറിക്കുന്ന ഒരു കവുങ്ങും തോട്ടം, ഇതെല്ലാം
അവിടത്തെ ആ എണ്ണക്കരിയുടെ ഒരു ദിവസത്തെ വരുമാനത്തിന് യോജിച്ചിട്ടില്ല കൊണ്ടിരിക്കുക. അവർക്ക് ഇത് സംബന്ധമായി ശരിയായ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുകയേ വേണ്ടതുള്ളൂ. കാണിച്ചു കൊടുക്കാത്തവർക്ക് അതിന്റെ നഷ്ടം വന്നു എന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ കേരളത്തിൽ പ്രത്യേകിച്ചും ഈ മലപ്പുറം, കോഴിക്കോട് പോലത്തെ ജില്ലകളിൽ എത്ര സ്ഥാപനങ്ങളാണ്, എത്ര പള്ളികളാണ്, എത്ര യത്തീംഖാനകളാണ്, എത്ര കോളേജുകളാണ്. അവരുടെ സ്വന്തം അവരേക്ക് ബന്ധപ്പെട്ടവരോട് കുളത്തിൽ കെട്ടി കരയിൽ വെച്ച് ഏറ്റി വഹിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തിൽ നിന്നൊരു വിളി, യാ അയ്യൂബ് അനമകുൻ അവരേക്കുകാൻ എന്തിനാണ് ഈ ഇത്രത്തോളമുള്ള അലച്ച കാട്ടിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളെ ഞാൻ ഐശ്വര്യക്കാരനാക്കിയില്ലേ? ഇത് ഒരുക്കിക്കൊണ്ടും ഇത് ഓരോന്നോരോന്നും എടുത്ത് ഒരുക്കി സജ്ജീകരണം കെട്ടി വാരം ചുമന്നു കൊണ്ടുപോകത്തക്ക വിധത്തിലുള്ള ചുറ്റുപാട് നിങ്ങൾക്കില്ലല്ലോ. നിങ്ങളെ ഞാൻ ഐശ്വര്യക്കാരനാക്കിയില്ലേ? വലിയാക്കിയില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യത്തിന് മറുപടി പല പ്രകീർത്തിക്കയാറോക്കി ഒരാക്കില്ല വിനാരിയം പോലിക്ക. അതെ, നീ എന്നെ ഐശ്വര്യക്കാരനാക്കിയിട്ടുണ്ട്. ഞാൻ വലിയാണ്, ഞാൻ കഴിവുള്ളവനാണ്. പക്ഷേ എന്റെ മുമ്പിൽ എന്റെ മുമ്പിലേക്ക് ഈ തരത്തിൽ ജനിച്ചു തരുമ്പോൾ അത് വേണ്ടെന്ന് വെക്കാനുള്ള കഴിവ് എനിക്കില്ല. പഠിച്ചവരെ എന്റെ ഭൗതാവിന്റെ മുമ്പിലേക്ക് ഈ കാട്ടിയിട്ടുള്ളത് സ്വർണ്ണക്കട്ടിയുടെ രൂപത്തിലുള്ള സ്വർണ്ണക്കട്ടകൾ എന്റെ മുമ്പിലേക്ക് ഈ ചാടി ഞാൻ പരിശ്രമിച്ചിട്ടല്ല, തന്നെത്താൻ എന്റെ മുമ്പിൽ പൊട്ടിച്ചു ചാടിയ ഇത് എനിക്ക് വേണ്ട, ഞാൻ ഇതിന് ആവശ്യമില്ലാത്തവനാണ്, ഞാൻ ഇതിനെത്തൊട്ട് വലിയാണ് എന്ന് പറയാനുള്ള ധൈര്യം, അതിനുള്ള കഴിവ് എനിക്കില്ല. ഇനിയും എന്റെ മുമ്പിലേക്ക് നീ കഴിഞ്ഞു തന്നാൽ ഞാനത് ഒരിക്കലും ഞാനത് സമ്പാദിക്കും. എന്താ ഉദ്ദേശം? ബഹുമാനപ്പെട്ട അയ്യൂബിലേക്ക് തരാം എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട അല്ലാഹുവിന്റെ ബഹുല. ഇതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പ്രിയകരമായ മാർഗങ്ങളിലേക്ക് ചെലവഴിക്കുന്നതിന്റെ തടസ്സമില്ല. എന്റെ ആവശ്യത്തിന് വേണ്ട എന്നുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ സബീലിൽ അവന്റെ ഒരു പ്രിയായ വഴിയെ ചെലവാക്കുന്നതിന് തടസ്സമില്ലെന്നുള്ള ഈ ഉദ്ദേശം വെച്ചുകൊണ്ട് ഒരാക്കിയതായി അൻപൗലിക എന്റെ പൊതു എനിക്ക് വേണ്ടെന്ന് നോക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. ബഹുമാനം മുന്നികളെ, ഈ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് അവന്റെ പൊതു ജയിച്ചു കൊടുത്ത മുതലാളിമാര്, ഉമറാക്കള്, നേതാക്കള്, പ്രത്യേകിച്ചും വിദേശത്തുള്ള അറബികൾ അവരിലേക്ക് ജയിച്ചു കൊടുത്ത ഈ പൊതുവിന്റെ അല്പെങ്കിലും നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് കിട്ടിയവരാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ മഹാഭാഗ്യം. നിങ്ങൾ കേട്ടിലെ 5 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം ഒരു അറബി വന്നത് കൊടുത്തു. അവിടെ അങ്ങനെ ഒരു പള്ളി, ഇവിടെ അങ്ങനെ യതീംഖാന, മറ്റൊരു സ്ഥാപനം, ഈ വിധത്തിൽ ഉള്ള സൗകര്യങ്ങൾ മുഴുവനും നടത്തിക്കൊടുത്തത് ബഹുമാനപ്പെട്ട അറബികളാണ്. എന്നാൽ നമുക്കും അതുപോലെ അല്ലാഹുവിന്റെ ഫضل കൊണ്ട് നമ്മളിലേക്ക് ബഹുമാനപ്പെട്ട അബൂദാബിയിലെ സഹോദരന്മാരെ ബന്ധപ്പെട്ടുകൊണ്ട് ആ അറബികളെ നമ്മോട് ബന്ധിപ്പിച്ചു തന്നിരിക്കുകയാണ്. നമ്മുടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ, ഉദ്ദേശങ്ങൾ അവരുടെ മുന്നിൽ വെച്ചു. അവരത് നേരിട്ട് കാണാനിടവന്നു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അവര് ഇനി ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മളുമായി വേണ്ടതുപോലെ ബന്ധപ്പെടും എന്ന് അങ്ങേയറ്റം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അവർക്കും പ്രത്യേകിച്ച് 2 കാര്യം നിങ്ങളോട് പറയാനാണ്. അതായത് ഇന്ന് 27-ാം തീയതി പട്ടിക്കാട് ജാമ്യാനൂരിയയുടെ 22ാം വാർഷികം ആഘോഷിക്കുകയാണ്. 20ാം സന്നിധാന സംസാരങ്ങളും അവിടെ നടത്താൻ പോകുന്നതാണ്. സന്നദ്ധാനം 20 കൊല്ലത്തോളമായി
സമ്മേളനമാണ് ഈ അടുത്ത ഞായറാഴ്ച നടക്കാൻ പോകുന്നത്. 1120 ആലിമീങ്ങളെ ആ സ്ഥാപനത്തിൽ നിന്ന് വാർത്തുവിട്ടിട്ടുണ്ട്. കേരളത്തിന്റെ മുഴുവൻ മുക്കുമൂലകളിലും എല്ലാ പള്ളികളിലും ചെറുത്തുകളിലും മദ്രസകളിലും സ്ഥാപനങ്ങളിലെല്ലാം ബഹുമാനപ്പെട്ട ഡോക്ടർ ഫാജാമിയായുടെ അറബിയയിൽ നിന്ന് പിരിഞ്ഞുപോയ അവിടുത്തെ സനത് വാങ്ങിയ മുഖബൽ സനത് വാങ്ങിയ ആലിമീങ്ങൾ എല്ലാവരും കൂട്ടമായി അതിൽ പങ്കെടുത്ത് നിങ്ങളുടെ കഴിവനുസരിച്ച് ദീനിയായ ഇത്തരം സ്ഥാപനങ്ങളെ, ഇത്തരം പ്രവർത്തനങ്ങളെ ഉയർത്തണമെന്ന് ഒന്നുകൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം കാര്യങ്ങൾക്ക് നമുക്കെല്ലാം തൗഫീഖും ഉദവിയും ചെയ്തു തരട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം തുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ. അസ്സലാമു അലൈക്കും. ഡ്രൈവർ കുഞ്ഞുട്ടി നമ്മുടെ വിദേശ പ്രതിനിധികൾക്കൊക്കെ പാട്ട് കേൾക്കാൻ വലിയ കമ്പമാണ്. അതുകൊണ്ട് അവർക്ക് കേൾക്കാൻ വേണ്ടി, നമുക്കും കേൾക്കാൻ വേണ്ടി അറബിയിലുള്ള ഒരു പാട്ട് ഇവിടെ ഒരു കുട്ടി, നമ്മുടെ മർക്കസിന്റെ അബുദാബി കമ്മിറ്റി പ്രസിഡന്റ് കൂടിയായ KV ഹംസ മുസ്ലിയാർ അവരുടെ മകൻ, സമസ്ത ബോർഡിംഗ് മദ്രസയിലെ വിദ്യാർത്ഥി KV അബ്ദുറഹീം ഇവിടെ അവതരിപ്പിക്കും. വലാൻ യുൻഷിദ് താലിബ് നഷീദ അറബിയ ഇസ്മുഹു അബ്ദുറഹീം. മഹാന്മാരായ ഉസ്താദന്മാര്, പണ്ഡിത ശിരോമണികള്, സഹോദര സുഹൃത്തുക്കള്, രക്ഷിതാക്കള്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ പ്രസംഗിക്കാൻ ഈ മർക്കസ് എന്തിനു വേണ്ടി ഈ കാട്ടുമുക്കിൽ വളാഞ്ചേരിക്കടുത്ത ഈ കാർത്തല ചുങ്കത്ത് കുറുക്കാൻ നിലവിളിച്ചിരുന്ന ഈ സ്ഥലത്ത് എന്തിനു വേണ്ടി സ്ഥാപിച്ചു, എന്തിനു വേണ്ടി സ്ഥാപിക്കാൻ പോകുന്നു, എന്താണ് ഇതിന്റെ ലക്ഷ്യം, ആരാണ് ഇതിന്റെ രക്ഷാകർത്താക്കൾ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് പലർക്കും പലതരത്തിലുള്ള സംശയങ്ങൾ നിലവിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന് എനിക്കുള്ള അറിവ് വെച്ച് ഒരു വിശദീകരണം നൽകണം എന്നുള്ള ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഇവിടെ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്. സഹോദരന്മാരെ ക്ഷമിക്കണം, എനിക്ക് മറ്റു നിലകളിൽ പ്രസംഗിച്ച് കൂടുതൽ പാണ്ഡിത്യമില്ലാത്ത ആളാണ് എന്നുകൂടി ഞാൻ നിങ്ങളെ ആദ്യമായി കൊണ്ട് ഉണർത്തുന്നു. ക്ഷമിക്കണം സഹോദരന്മാരെ. നമ്മുടെ മർക്കസ് തർബിയത്തുൽ ഇസ്ലാമിയ എന്ന് പറയുന്നത് മലപ്പുറം ജില്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ആഭിമുഖ്യത്തിൽ ആണ് നിലവിൽ വന്നിട്ടുള്ളത്. ഇതിന്റെ പ്രവർത്തനവും ഭരണഘടനയും അതനുസരിച്ച് തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നതും. പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടും തദടിസ്ഥാനത്തിലുള്ള കർമ്മപരമായ കാര്യങ്ങൾ
നൽകിക്കൊണ്ടും തദടിസ്ഥാനത്തിലുള്ള കർമ്മമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടും കേരളക്കരയിലും കേരളീയർ താമസിക്കുന്ന ഇതര രാജ്യങ്ങളിലും 60 കൊല്ലക്കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ ഒരു ഇസ്ലാമിക സംഘടനയാണ്, ഇസ്ലാമിക പണ്ഡിത സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. പ്രവർത്തന സൗകര്യമായി പ്രവർത്തനത്തിന്റെ സൗകര്യത്തിന് വേണ്ടി ജില്ലാ തലത്തിലും താലൂക്ക് തലത്തിലും പഞ്ചായത്ത് തലത്തിലും ജംഇയ്യത്തുൽ ഉലമയുടെ ശാഖകൾ രൂപീകരിച്ച് പോഷക ഘടകങ്ങൾ രൂപീകരിച്ചിട്ട് കൂടുതൽ കാലങ്ങളായിട്ടില്ല. പരിശുദ്ധ സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും കർമ്മരംഗത്തിറങ്ങി പ്രവർത്തിക്കുന്നതിലും മറ്റ് ജില്ലകളെ പോലെയോ അതിൽ കവിഞ്ഞോ മലപ്പുറം ജില്ലയും അതിന്റെ പ്രവർത്തനം, അതിന്റെ വിഹിതം, അതിന്റെ മഹത്തായ കടമ നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിനു മുമ്പും നിർവഹിച്ചിട്ടുണ്ട്, ഇപ്പോഴും നിർവഹിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. മഹാന്മാരായ മലപ്പുറം ജില്ല ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറയുടെ തീരുമാനമനുസരിച്ച് അവരുടെ നേതൃത്വത്തിലായിക്കൊണ്ടാണ് ഈ ഗൾഫ് മലയാളി സഹോദരങ്ങളുടെ പൂർണ്ണ സഹകരണത്തോടുകൂടെ ഈ സ്ഥലത്ത് മലപ്പുറം ജില്ല ജംഇയ്യത്തുൽ ഉലമയുടെ ആഭിമുഖ്യത്തിലായിക്കൊണ്ട് മർക്കസു തർബിയത്തുൽ ഇസ്ലാമിയ എന്ന പേരിൽ ഒരു സ്ഥാപനം, ഒരു ഇസ്ലാമിക കോംപ്ലക്സ് ഇവിടെ നിലവിൽ വരാൻ പോകുന്നത് ഇന്ന് അതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. മഹാന്മാരായ സഹോദരന്മാർ മനസ്സിലാക്കണം, ഇതിന്റെ ഉത്ഭവം ഒഴിഞ്ഞ പോക്കറ്റുമായി കൊണ്ട് മഹാനായ കെ അബൂബക്കർ ഹസ്രത്ത് ഈ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കാൻ തന്റെ ശമ്പളത്തിൽ നിന്നുള്ള 500 രൂപ പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ നിന്ന് കടമെടുത്തുകൊണ്ടാണ് ഞാൻ ഗൾഫിൽ നിന്ന് വന്നതായിരുന്നു. പക്ഷേ എന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല, മറിച്ച് സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കേണ്ടതായി വരും ഉസ്താദ്, എന്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അഹമ്മദ് മാസ്റ്റർ വക്കൽ നിന്ന് തന്റെ ശമ്പളത്തിൽ നിന്ന് 500 രൂപ എഴുതി വാങ്ങിക്കൊണ്ടാണ് ഈ സ്ഥലത്തിന് ഭീമമായ ഒരു തുക വരുന്ന ഈ 12ഓളം ഏക്കർ വരുന്ന ഈ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തത്. ഒഴിഞ്ഞ പോക്കറ്റുമായി കൊണ്ട് ഇലാഹിലുള്ള അചഞ്ചലമായിരിക്കുന്ന വിശ്വാസം അള്ളാഹുവിനെ മാത്രം മുൻനിർത്തിക്കൊണ്ട് സഹോദരൻ സൈലാലിക്കുട്ടി സാഹിബിന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് 500 രൂപ മഹാനായ നമ്മുടെ ബഹുമാനപ്പെട്ട പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജ് പ്രിൻസിപ്പാൾ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ മഹാനവറുകൾ മദ്ദല്ലാഹു ദില്ലഹു വതവല ഉംറഹു യാ റബ്ബൽ ആലമീൻ. സഹോദരന്മാരെ, മഹാനവറുകൾ 500 രൂപ ആദ്യമായി കൊണ്ട് അഡ്വാൻസ് കൊടുത്തു. ഇതാണ് ഇതിന്റെ ഉത്ഭവം. മറ്റ് യാതൊന്നും ഇത് മുൻകരുതലായിക്കൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പണമോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പണമോ ഇതിന് ബാങ്കിൽ നിക്ഷേപിച്ചുകൊണ്ടല്ല കാർത്തല ചുങ്കത്ത് ഈ ഒഴിഞ്ഞ വിശാലമായ മരുഭൂമിയിൽ ഇത് തുടക്കം കുറിക്കാൻ കാരണമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിലുള്ള അചഞ്ചലമായിരിക്കുന്ന വിശ്വാസമാണ്. പരിശുദ്ധ ഇസ്ലാമിനെ അള്ളാഹു സംരക്ഷിക്കും. അതിന് ആര് തന്നെ പ്രതിബന്ധങ്ങൾ ഏത് ഭാഗത്തു നിന്നുണ്ടായിരുന്നാലും അള്ളാഹുവിന്റെ ദീനിനെ യഥാർത്ഥ നിയത്തോടുകൂടെ മുസ്ലിം സഹോദരൻ അള്ളാഹുവിന്റെ ദീന് നിലനിൽക്കണമെന്ന ലക്ഷ്യത്തോടുകൂടെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മുന്നിൽ ഒരു വിലങ്ങ് തടിയും പ്രശ്നമല്ല എന്ന ലക്ഷ്യത്തോടുകൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ പരിശുദ്ധമായ ദീനിനെ, പരിശുദ്ധമായ ഖുർആനിനെ അവൻ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ ദീനിനെ നിലനിർത്തുവാനും ആ ഖുർആനെ സംരക്ഷിക്കുവാനുമുള്ള കഴിവ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്. നമ്മുടെ ആരുടെയും അത് ഔദാര്യം അള്ളാഹുവിന് ആവശ്യമില്ല. ഈ ലക്ഷ്യത്തോടുകൂടെ നമ്മുടെ പരിശുദ്ധമായ മഹാന്മാരായ ഗൾഫ് സഹോദരന്മാരുടെ അകമഴിഞ്ഞ ഉള്ളഴിഞ്ഞ സഹായ സഹകരണത്തോടുകൂടെ മലപ്പുറം ജില്ലയിലുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുടെ അകമഴിഞ്ഞ ആത്മാർത്ഥമായ നിഷ്കളങ്കമായ പ്രവർത്തനം മൂലമാണ് ഈ അതുമുതൽ ഇന്ന് അതിന്റെ രജിസ്റ്റർ കഴിഞ്ഞ് അതിന്റെ സ്വിച്ച്മാനായ മുസ്ലിം കേരളത്തിന്റെ കരളിന്റെ കരളായ പാണക്കാട് ബഹുമാനപ്പെട്ട സയ്യിദ് PMS മുഖ്യ തങ്ങളുടെ ഓമനപുത്രനായ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈ ഇരിക്കുന്ന കസാലയിൽ ഇരുന്നു കൊണ്ട് സ്വിച്ച് അമർത്തിക്കൊണ്ട് അതിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത് നാം നോക്കിയിട്ടുണ്ടായിരിക്കും. മഹാനായ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവർക്ക് ഇങ്ങോട്ട് വരാൻ സാധ്യമല്ലെങ്കിൽ, കാർത്തല ചുങ്കത്തുള്ള ഈ മരുഭൂമിയിലേക്ക് വരാൻ സാധ്യമല്ലെങ്കിൽ, ഈ കസാലയിൽ ഇരിക്കാൻ സാധ്യമല്ലെങ്കിൽ പാണക്കാട് ഇരുന്നുകൊണ്ട് അതിന്റെ സ്വിച്ച് അമർത്തിക്കൊണ്ട് ഇതിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കണമെന്നായിരുന്നു ഈ ഗൾഫിലുള്ള സഹോദരന്മാരായ ഞങ്ങളുടെ ആഗ്രഹം. കാരണം
തങ്ങളുടെ അരുമസന്താനമായ ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ സംബന്ധിച്ച് ആ പരിശുദ്ധ അഹ്ലുബൈത്തിനെ സംബന്ധിച്ച് നമുക്ക് കേട്ടുകൂടാൻ വയ്യാത്ത ചെവിടിന് അറുപ്പും വെറുപ്പും ഉടലെടുക്കുന്ന നീചമായ സംഭവങ്ങൾ, നീചമായ സംസാരങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ സുഹൃത്തുക്കളെ ഇടിവെട്ടേൽക്കുന്ന പ്രതീതിയാണ് നമുക്ക് ഉളവാക്കുന്നത്. ഇസ്ലാം നിലനിൽക്കുവാൻ വേണ്ടി, ഈ കേരളക്കരയിൽ ഇസ്ലാം വളരുവാൻ വേണ്ടി ആ കൊടപ്പനക്കൽ കുടുംബം ചെയ്ത ത്യാഗം നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്, അവർണ്ണനീയമാണ്. നാം അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അഹ്ലുബൈത്തിനെ ആരെങ്കിലും കരുവാരി തേച്ചിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ ഫലം അവർ അനുഭവിച്ചേ തീരൂ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിവരമുള്ളവനായിരുന്നാലും ശരി, വിവരമില്ലാത്ത ഒരു സയ്യിദ് കുടുംബമാണെങ്കിൽ ആ വിവരത്തിനേക്കാൾ ചീറ്റ് മഹാനായ ആ സയ്യിദ് കുടുംബത്തിനാണെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ അനുഭവം അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ചേ തീരൂ എന്നാണ് ഞാൻ പറയുന്നത്. പാണക്കാട് വെച്ച് ചുറ്റാമത്താൻ വേണ്ടി ഞാൻ പറഞ്ഞതിന്റെ തത്വം മറ്റൊന്നുമല്ല സഹോദരന്മാരെ. വ്യക്തിപരമായിട്ട് എനിക്കുള്ള ചില വിഷമങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉപയോഗിച്ചത്. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, എന്റെ വേദന പറഞ്ഞത് മാത്രമാണ്. ഈ സംഘടനയുടെ UAE-യിലെ ഒരു ചെറിയ പ്രവർത്തകനാണ് ഞാൻ. ഉസ്താദ് ആരിച്ചില്ലാനും 6.5 ലക്ഷത്തോളം ഉറുപ്പ്യ അയച്ചെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ഉറുപ്പ്യ ഇനിയും കൊടുത്തിട്ടുണ്ട്. ആ ഡ്രാഫ്റ്റ് ബഹുമാനപ്പെട്ടവരുടെ കയ്യിൽ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് കണക്ക് കൃത്യമായി പറയാതിരുന്നത്. പൈസക്ക് ഒരു വിഷമവുമില്ല. അള്ളാഹു അനുഗ്രഹിച്ചെങ്കിൽ കോടികൾ മറിഞ്ഞുകൊണ്ടേയിരിക്കും ആർത്തല ചുങ്കത്തേക്ക്. ഈ ബിസിനസ് പന്താൻ വേണ്ടി അതൊരു പ്രശ്നമല്ല. അള്ളാഹുവിന്റെ യഥാർത്ഥമായ ഇലാഹിന്റെ നെയ്യത്ത് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. കൂടുതൽ ആളുകളില്ല. നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള സഹോദരന്മാരും പുറത്തുള്ള സഹോദരന്മാരും എന്ത് ചെയ്യാൻ തയ്യാറായിക്കൊണ്ടാണ് അവർ ഇരിക്കുന്നത്. പിന്നെ മർക്കസിനെ സംബന്ധിച്ച് മറ്റൊരു ആരോപണം ആദ്യമായിക്കൊണ്ട് ഇതിന്റെ അഡ്വാൻസ് കൊടുത്ത തലേ ദിവസം തന്നെ ആരോപണങ്ങൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. അത് പുത്തരിയല്ല. ഞാൻ ഇതിന്റെ മുമ്പും ഒരുപാട് ആരോപണങ്ങൾ കേട്ട വ്യക്തിയാണ്. മർക്കസിനെ സംബന്ധിച്ച് ആദ്യമായി കൊണ്ട് മലപ്പുറം ജില്ലയിൽ ഒരു മർക്കസ് ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ തങ്ങളുടെ കസേലയിൽ ഇരുത്തിക്കൊണ്ട് ഇതിന്റെ തറക്കല്ലിടൽ നിർവഹിക്കുമായിരുന്നു എന്ന് ഞാൻ പറയാൻ കാരണം അതിന്റെ വ്യക്തിപരമായിരിക്കുന്ന ചില വിഷമങ്ങൾ കൊണ്ട് ഞാൻ പറഞ്ഞു പോയാണ്. കാരണം മർക്കസ് തർബിയത്തിൽ മർക്കസ് സഖാഫത്തിൽ സുന്നിയ എന്ന നമ്മുടെ കാരന്തൂർ മഹത്തായ ഉന്നതമായ നിലയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന, പ്രശസ്തമായ നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അള്ളാഹു ഇനിയും ആ സംഘടന, ആ പ്രസ്ഥാനത്തിന് ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് എത്തിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ അതിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ വീക്ഷിച്ചാൽ നിങ്ങൾക്കറിയും. എന്റെ വ്യക്തിപരമായ വൈരാഗ്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ഈ സംഘടനയുടെയോ അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കളുടെയോ അല്ല, എന്റെ വിഷമം മാത്രമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. മർക്കസ് തക്കാബത്ത് സുന്നിയുടെ ആരംഭകാലം മുതൽ അവസാന നാൾ ഇന്നലെ വരെയുള്ള റിക്കാർഡുകൾ പരിശോധിച്ചു നോക്കിയാൽ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവിടുത്തെ ആ പരിപാടിയിൽ പങ്കെടുത്തതായിട്ടുള്ള ഒരു രേഖയും ഒരു കടലാസും നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുകയില്ല. തങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ഇത്രയും മാത്രമായ ഒരു പ്രസ്ഥാനം ഈ കേരളത്തിൽ ഉടലെടുത്തിട്ട് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അല്ലാത്ത എല്ലാ സഹോദരന്മാരും അവിടെ പങ്കെടുത്തിട്ടുണ്ട്. തങ്ങൾ സുന്നത്തി ജമാഅത്തിന്റെ ആളല്ലാത്തത് കൊണ്ടാണോ എങ്കിൽ സുഹൃത്തെ നായനാരെയും ബേബി ജോണയും എന്തിന് പങ്കെടുപ്പിച്ചു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പ്രസംഗം നടക്കാൻ പോവുകയാണ്. كلماته القيمة ويتقبل شعارته المشهورة ويتم خطبته القيمة الأخ محمد. العالمين والصلاة والسلام على سيدنا محمد خليفة الكرام. نتكلم جمع من العلماء والأساتذة الأفاضل
من المقيمين والزائرين سواء. ولكن بعد أن تشرفت بهذه الوقفة أحب أن أعتذر منكم وأعلق عندما قال في معرض حديثه كما ترجم لنا الإخوة أن الأزمة الآن هي أزمة في الجمود الثقافي. അഭിനന്ദനായ സുഹൃത്തുക്കളെ, സ്വദേശികളും വിദേശികളുമായ നിരവധി പണ്ഡിതന്മാർ നിങ്ങൾക്ക് മുമ്പാകെ സാരസമ്പൂർണമായ പ്രശ്നങ്ങൾ നടത്തിയതിനു ശേഷം ഒരു പ്രസംഗം നടത്തണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിലൊരു പ്രസംഗം നടത്തരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവിടെ നിങ്ങളുടെ ഈ ആവേശം കാണുമ്പോൾ, ദീനിയായ ഈ ആവേശവും ദീനിയായ കാര്യങ്ങൾ അഭ്യസിക്കുവാനുള്ള നിങ്ങളുടെ ഉത്സാഹം ഒക്കെ കാണുമ്പോൾ ഏതാനും ചില വാക്കുകൾ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുക എന്ന് മാത്രമാണ് ഞാൻ ഈ അവസരത്തിൽ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ മുമ്പ് നിങ്ങളോട് സാംസ്കാരിക الأمة الإسلامية حقا في أزمة ثقافية، بل إنها في أزمة حضارية. ذلك أن للحضارة دورة لا بد أن تدور فيها كما يقول علماء الاجتماع والتاريخ. تدور الحضارات جميعا في 3 مراحل. مرحلة تندفع فيها الأمم اندفاعة قوية نحو الأعلى، هي اندفاعة الروح التي تحركها العقيدة، فتسمو بالأمة لترتفع على بقية الأمم التي حولها وتحقق بذلك ريادة فريدة. ثم تلي بعد ذلك مرحلة أخرى المتخصصون في ذلك علماء الحضارة، المرحلة الأفقية، وهي مرحلة العقل، حيث يبدأ العقل يقوم ويقيم هذه الأمة. تسير هذه المرحلة ردحا من الزمن، تسير لتشيد هذه الحضارة أو لتشيد هذه الأمة بهذه الحضارة إلى أن تدب فيها عوامل الخراب وعوامل الانهيار، فتبدأ بذلك مرحلة الانكسار أو الانتكاس، وهي المرحلة الثالثة التي تسيطر فيها الشهوات على العقل، وتسيطر فيها المنافع الذاتية والجهل والتخلف والمرض وكل الأمراض الحضارية الأخرى تسيطر على هذه الأمة لتنتكس بها من جديد إلى الأسفل، لتنتهي بذلك الدورة الحضارية. ഇവിടെ സാംസ്കാരിക ജീവിതത്തെ കുറിച്ച് പറയുകയുണ്ടായി. ഈ സാംസ്കാരിക ജീവിതം എന്ന് പറയുന്നത് അത് വാസ്തവത്തിൽ നാഗരികമായ പതനത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. നാഗരികമായ പതനം ബഹുമാന്യരായ നാഗരികരെ കുറിച്ച് പഠനം നടത്തിയുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഈ നാഗരികത വാസ്തവത്തിൽ കടന്നു പോകുന്നത് വളരെ പ്രധാനപ്പെട്ട 3 ഘട്ടങ്ങളിലൂടെയാണ്. ഈ 3 ഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ അത് ആദ്യത്തെ ഘട്ടം റോഡിയാകട്ടം എന്ന് പറയുമ്പോൾ അത് ഉദ്ദേശിക്കപ്പെടുന്നത് ആത്മീയമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ആ ഒരു ഘട്ടമാണ്. ആത്മീയമായ മൂല്യങ്ങളിൽ നിന്നും മനുഷ്യൻ കരുത്ത് ശേഖരിച്ചുകൊണ്ട് അതിലൂടെ വലിയൊരു പ്രയാണം നടത്തുമ്പോഴാണ് വാസ്തവത്തിൽ സംസ്കാരം ആരംഭിക്കുന്നത്. ആത്മീയമായ മൂല്യങ്ങൾ മനുഷ്യൻ സ്വായത്തമാക്കുന്നത് ദൈവികമായ ആ ഉത്പാദനത്തിൽ നിന്നാണ്. ആ ദൈവികമായ ഉത്പാദനത്തിൽ നിന്നും മനുഷ്യൻ ഈ ആശയങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോൾ ഈ മുന്നോട്ട് നീക്കത്തിലാണ് വാസ്തവത്തിൽ 2ാമത്തെ ഘട്ടം സംജാതമാകുന്നത്. 2ാമത്തെ ഘട്ടമാണ് ഏറ്റവും ഉന്നതമായ ഘട്ടം. ഒക്കെയായിട്ടുള്ള ഏറ്റവും ഉന്നതമായ ഘട്ടം അഖിലിന്റെ അഥവാ ബുദ്ധിയുടെ ആ ഘട്ടമാണ്. ഈ ബുദ്ധിയുടെ ഘട്ടത്തിലൂടെ മനുഷ്യൻ പ്രയാണം ചെയ്യുമ്പോഴാണ് വാസ്തവത്തിൽ ഉന്നതമായ കണ്ടുപിടുത്തങ്ങളും വളരെ അത്യുന്നതമായ രീതിയിലുള്ള ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടാകുന്നത്. ഈ റൂഹിൽ നിന്നും ഈ ആത്മാവിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന രീതിയിലുള്ള ഈ മഹത്തായ ഈ ബുദ്ധിയുടെ ഈ ഘട്ടം എത്തിച്ചേരുമ്പോൾ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങുന്നു. മനുഷ്യന്റെ ചിന്തയിൽ നിന്നും ഉൾഭൂതമായിട്ടുള്ള നിരവധി കണ്ടുപിടുത്തങ്ങളും നിരവധി പരിവർത്തനങ്ങളും നിരവധി പുരോഗമനപരമായ ആശയങ്ങളും അതിന്റെ പരമായി ഉത്ഭൂതമാകുന്നു. അങ്ങനെ ഈ മാനവ നാഗരികത പുരോഗതി പ്രാപിക്കുകയും വളർച്ച പ്രാപിക്കുകയും മനുഷ്യരാശി അഭിവൃദ്ധിയിലേക്ക് കുതിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഈ അഭിവൃദ്ധി അതിന്റെ പാരമ്യ കോടിയിൽ എത്തുമ്പോഴാണ് വാസ്തവത്തിൽ ഈ അവസാനത്തെ ഘട്ടം അഥവാ തകർച്ചയുടെ ഘട്ടം സംജാതമാകുന്നത്. ഈ തകർച്ചയുടെ ഘട്ടത്തിൽ മനുഷ്യ നാഗരികത അതിന്റെ ജീവത കഴിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഘട്ടം വാസ്തവത്തിൽ സംജാതമാകുന്നത് മനുഷ്യനവന്റെ ശാരീരിക കഴിയപ്പെടുന്ന ആ ഘട്ടത്തിലാണ്. അഥവാ സുഖലോലുപതയും മനുഷ്യനെ അടക്കി വരിക്കുന്നു. മനുഷ്യൻ ശാരീരികമായ ആവശ്യങ്ങൾക്കുള്ള ത്വര മനുഷ്യനിൽ വളരെ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നു. ഈ ത്വര മനുഷ്യ ശാരീരികമായ ആവശ്യങ്ങളും അതുപോലെ തന്നെയുള്ള സുഖലോലുപതയും ഭൗതികമായ കാര്യങ്ങൾ വായിക്കൂട്ടുവാനുള്ള ആ ഔത്സുക്യവും മനുഷ്യനിൽ വളർന്നു വരുമ്പോൾ അത് വാസ്തവത്തിൽ ബുദ്ധിയെയും അതുപോലെ തന്നെ മനുഷ്യന്റെ റോഹിയെയും ആത്മാ
എല്ലാവരെയും അത് ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യൻ വളരെ പതനത്തിലേക്ക് ആഴ്ന്നാഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻ മൃഗീയമായ ഒരവസ്ഥയിലേക്ക് ഇതുമൂലം താഴ്ത്തു പോകാൻ ഇടവരുന്നു. മനുഷ്യന്റെ ബുദ്ധിയും അതുപോലെ തന്നെ മനുഷ്യന്റെ ആത്മാവും മരവിച്ചുകൊണ്ട് മനുഷ്യൻ വെറും മൃഗങ്ങളെ പോലെ അധപ്പതിക്കുന്ന ഈ അവസ്ഥയാണ് വാസ്തവത്തിൽ ഏറ്റവും അവസാനമായി നാഗരികതയിൽ ഏതെല്ലാം നാഗരികത എവിടെയെല്ലാം ഉടലെടുക്കുന്നുണ്ടോ അവിടെയെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ولا يخفى على أحد أن الأمة الإسلامية قد دارت في هذه الدورة ووصلت إلى نهايتها أو كادت، بل هي في بعض الأحيان قد انتكست فعلا في بعض المواقع والبلدان، أو ربما شملت هذه الانتكاسة العالم الإسلامي بأكمله في بعض الأحيان المتأخرة. ولا أريد أن أسترسل في استعراض واقعنا المؤلم في كثير من مواقع العالم الإسلامي، لكني أريد أن أقول أو أسرد عليكم بشيء من الاختصار سريع الشروط التي وضعها أو ارتآها علماء الحضارة في نهضة الأمم وقيامها. قالوا أن للأمة 3 شروط إذا تحققت قامت لها حضارة. الشرط الأول هو الإنسان، أن يوجد إنسان يقيم هذه الحضارة. والشرط الثاني أو العامل الثاني هو الأرض التي يقيم عليها هذه الحضارة. أما الشرط الثالث فهو الزمن، زمن تمضي فيه هذه الأمة لإشادة حضارتها. لكن هذه العناصر الثلاث أشبه ما تكون بعناصر كيميائية موضوعة في أنابيب متجاورة، لا يمكن لها أن تتم عملية كيميائية إلا إذا اختلطت ووجد وسيط معين مخصص يساعد على تفاعلها بالشكل المطلوب. هذا الوسيط كما يراه المراقب للتاريخ هو الدين أو العقيدة أو الفكرة. وباختصار شديد إذا استعرضنا جميع مراحل التاريخ التي تعاقبت نجد أن الإسلام الذي ارتضاه الله سبحانه وتعالى للإنسانية جمعاء هو العامل الأوحد الذي يسمو بالحضارات ويسمو بالأمم لتحقق الريادة والسيادة إذا تمثلت به واهتدت بهديه وساعدت بذلك العوامل الثلاث على أن تمضي في معادلتها الحضارية التاريخية. ഈ നാഗരികത ഉറച്ചു പ്രാപിക്കുന്നതും അവിടെയാണ് വാസ്തവത്തിൽ വ്യാപകമാകുന്നത്. അതാണ് രണ്ടാമത്. മൂന്നാമതായിട്ടുള്ള ജമൻ അഥവാ കാലഘട്ടം. ഒരു കാലഘട്ടം നിശ്ചിത കാലഘട്ടത്തിൽ നിശ്ചിത കാലഘട്ടം അടിസ്ഥാനപ്പെടുത്തിയാണ് വാസ്തവത്തിൽ നാഗരികത ഉണ്ടാക്കിയതും അത് വളർച്ചു പ്രാപിക്കുന്നതുമൊക്കെ. ഇങ്ങനെ നോക്കുമ്പോൾ ഈ നാഗരികത എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ കെമിസ്ട്രിയിലെ ചില നിയമങ്ങൾക്കനുസരിച്ചുള്ള രസതന്ത്രത്തിലെ ചില നിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ടാണ് രസതന്ത്രത്തിലെ ചില ശാസ്ത്രീയമായ സങ്കേതങ്ങൾക്ക് അതേപോലെ സമാനമായിക്കൊണ്ടുള്ള ചില രൂപത്തിലാണ് ഈ നാഗരികതയും വളർച്ചു പ്രാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം രസതന്ത്രത്തിൽ എന്തെങ്കിലും ഒരു വസ്തു എന്തെങ്കിലും ഒരു പ്രവർത്തനം ഉണ്ടാക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു റിയാക്ഷൻ സാധിക്കണമെങ്കിൽ ആ റിയാക്ഷന് ഉപരിതമായിട്ടുള്ള ഒരു മാധ്യമം ഉണ്ടായിരിക്കുന്നതാണ്. ഒരു മാധ്യമത്തിലൂടെ മാത്രമാണ് ഈ റിയാക്ഷൻ സംജാതമാവുന്നത്. ഈ രീതിയിലുള്ള ഒരു മാധ്യമം വാസ്തവത്തിൽ നാഗരികതക്കും വളരെ അനിവാര്യമായിട്ടുള്ളതാണ്. നാഗരികതക്കും വാസ്തവത്തിൽ നിങ്ങൾ സമ്പന്നമാക്കുന്ന അനിവാര്യത എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ വിശ്വാസമാണ്. നിങ്ങളുടെ വിശ്വാസം ദൈവികമായ അവിശ്വാസമാണ്. ദൈവത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ആത്മീയ ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രം. ذلك الواقع المشرف المبهج فعلا. العوامل الثلاث موجودة هنا، بل هي موجودة في كل رقعة من بقاع العالم الإسلامي. الإنسان والزمن والأرض. وأعتقد أن لكم ظروفا لا تتوفر في كثير من الدول الإسلامية الأخرى. لو استغللتم هذه الظروف حق الاستغلال لأشدتم حضارة ربما عادت بأمة الإسلام إلى مجدها وعزها من جديد، تحقيقا لقول الله سبحانه وتعالى: إن تتولوا يستبدل قوما غيركم ثم لا يكون أمثالكم. طبعا عندما نزلت هذه الآية كانت موجهة في شكلها الأول إلى العرب الذين حملوا أمانة الدعوة، ثم للأسف تقاعس العرب في كثير من الأحيان وتخلوا في كثير من جوانب حياتهم عن العقيدة الإسلامية الصحيحة بشموليتها. فلربما يبعث الله من جديد هذا الدين ليس من بلاد العرب الضرورة، بل إنما من بلاد الهند أو من بلاد أفغانستان أو من بلاد الصين ربما. فهذا ليس على الله ببعيد بكثير وليس عنكم ببعيد، خاصة وأنكم أخذتم بالأسباب. والحقيقة
الحقيقة أن لما يشرح الصدر ويبعث على السرور أن أجد في تفاصيل هذا المشروع الذي أطلعني عليه فضيلة الشيخ كيكي أبو بكر منذ عدة شهور، أجد بجانب الدروس أو المواد الدينية والشرعية مواد أخرى في التدريب المهني وفي التعليم الدروس والمواد العلمية أو ما تسمونها الحضارية أو المادية التي لا بد لها من أن تقترن مع العلوم الشرعية لتحقق للإنسان أيا كان في أي موقع حضارة متكاملة ومجتمعا متكاملا ومسيرة متكاملة متوازنة. وإني أعتذر هنا على الإطالة وأشكركم شكرا جزيلا على هذا الاحتفال، وأسأل الله سبحانه وتعالى مخلصا أن يقر أعينكم ويقر أعيننا برؤية الإسلام ينبعث كاملا متكاملا شاملا في هذه الأرض وفي كل أراضي المسلمين. وأشكر مرة أخرى الإخوة الأفاضل والعلماء الأجلاء الذين استضافونا. ഈ രീതിയിലെല്ലാം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങുവാനും അള്ളാഹുവിന്റെ മാർഗം ശാശ്വതമായി ഉയർത്തുന്നതിനുള്ള ശ്രമങ്ങളിൽ ഭാഗമാക്കാവുവാനും ഒരിക്കൽ കൂടി ഉൾക്കൊള്ളിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനെന്ന വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാധാരണ ഇങ്ങനെ യോഗം ഏതാണ്ട് പ്രസംഗങ്ങളൊക്കെ കേട്ടു മടുത്തു. പക്ഷേ വളരെ സന്തോഷകരമായ ഒരു ചുമതല നിർവഹിക്കുവാൻ എന്നെ ഭാരം ഏൽപ്പിച്ചതുകൊണ്ട് ഈ വൈകിയ വേളയിൽ ആ ചടങ്ങ് നിർവഹിക്കുന്ന മാത്രമേ ഞാൻ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നു. നമ്മുടെ ഈ മഹാസമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുവാൻ ഇവിടെ ഇതിന്റെ ഈ മഹൽ സ്ഥാപനത്തിന്റെ തറക്കല്ലുവാൻ ഞാൻ ഹൃദയം സംബന്ധിച്ച് ഇവിടെ ഒരു നിമിഷം പോലും ഒഴിവില്ലാത്ത നമ്മുടെ കേരളത്തിലെ മുസൽമാന്മാരുടെ സംഘ നേതാവായ സ്റ്റാഫ് തങ്ങളവർക്ക് ഞാൻ നന്ദി പറയുന്നു. രണ്ടാമതായി ഇവിടെ ഈ സമ്മേളനത്തിൽ പ്രാർത്ഥന നടത്തിയ കണ്ണിയത്ത് അഹമ്മദ് മുഖ്യ നടത്തിയ മാന്യൻ സഹോദര വിജയിസ്ഥാനായ കെ കെ അബൂബക്കർ മറ്റ് സഹോദരഗാനം മുതലായത് നിർവഹിച്ച അതിന് പുറമെ ആകാശങ്ങൾ താണ്ടിക്കൊണ്ട് വളരെ ദിവസങ്ങളായി തിരിഞ്ഞ് വളരെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അറബി സഹോദരന്മാർ വലിയ